ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയുടെ വീക്ക്ലി കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ 2024 ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2024 പ്രധാന എക്സാമിൻ്റെ എല്ലാം നമ്മൾ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആനുകാലികത്തിൽ നിന്നും എന്ത് ചെയ്യാം, അവർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാന ക്വസ്റ്റ്യൻസ് നമ്മൾ ആരംഭിക്കുന്നത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ്. അപ്പോൾ 2023 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ അർഹരായവർ ആരൊക്കെയെന്നാണ്. അതിലാദ്യം CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്. 60,000 രൂപയും പ്രശസ്തി ഫലകവും നൽകുന്ന ഒരു പുരസ്കാരമാണ് CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം. ആ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീ ഉല്ലല ബാബു എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പോൾ 2023 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശ്രീ ഉല്ലല ബാബുവിനാണ്. ഇനി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥാ നോവൽ വിഭാഗത്തിൽ ആർക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ KV മോഹൻകുമാറിനാണ്. ശ്രീ KV മോഹൻകുമാറിൻ്റെ ഏത് കൃതിക്കാണ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ ശ്രീ KV മോഹൻകുമാറിൻ്റെ ഏത് കൃതിക്കാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി കവിതാ വിഭാഗത്തിൽ ആർക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം. കവിതാ വിഭാഗത്തിൽ ആർക്ക് കിട്ടിയെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? ദിവാകരൻ വിഷ്ണുമംഗലത്തിനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കവിതയ്ക്കാണ് കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ വെള്ള ബലൂൺ എന്ന് പറയുന്ന കവിതയ്ക്കാണ്. അപ്പോൾ കവിത വെള്ള ബലൂണാണ്. ആർക്ക് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ദിവാകരൻ വിഷ്ണുമംഗലത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നൽകിയിരിക്കുന്നത് ശാസ്ത്ര വിഭാഗത്തിലാണ്. ശാസ്ത്ര വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് സാഗ ജെയിംസിനാണ്. സാഗ ജെയിംസിൻ്റെ ശാസ്ത്രമധുരത്തിനാണ് ഇപ്രാവശ്യത്തെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം നൽകിയിരിക്കുന്നത്. ശാസ്ത്ര വിഭാഗത്തിൽ ആർക്ക് കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ സാഗ ജെയിംസ് ആണ്. സാഗ ജെയിംസിൻ്റെ ശാസ്ത്രമധുരത്തിനാണ് ഇപ്രാവശ്യത്തെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ജീവചരിത്രത്തിന് ആർക്ക് നൽകി എന്ന് ചോദിച്ചാൽ ജീവചരിത്രത്തിന് സെബാസ്റ്റ്യൻ പള്ളിത്തോടാണ്. സെബാസ്റ്റ്യൻ പള്ളിത്തോടിനാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവചരിത്രം ഇപ്രാവശ്യം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏത് ജീവചരിത്രത്തിന് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇമ്മിണി വലിയ ഒരാൾ എന്ന് പറയുന്ന കൃതിക്കാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇമ്മിണി വലിയ ഒരാൾ എന്ന് പറയുന്ന കൃതിക്കാണ്. ആർക്ക് ലഭിച്ചു? സെബാസ്റ്റ്യൻ പള്ളിത്തോടിന് ലഭിച്ചു. ഇനി പുനരാഖ്യാനത്തിന് രാവണൻ എന്ന് പറയുന്ന കൃതിക്ക് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പുനരാഖ്യാനം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൃതി? രാവണൻ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച ചിത്രീകരണമായിട്ട് എടുത്തിരിക്കുന്നത് ബോബി M പ്രഭയുടെ. മികച്ച ചിത്രീകരണമായിട്ട് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം നൽകിയിരിക്കുന്നത് ബോബി M പ്രഭയുടെ ആദം ബർസ എന്ന് പറയുന്നതിനാണ്. അപ്പോൾ ബോബി M പ്രഭയുടെ ആദം ബർസയ്ക്കാണ് മികച്ച ചിത്രീകരണം നൽകിയിരിക്കുന്നത്. ഇനി മികച്ച പ്രൊഡക്ഷൻ ഏതെന്നാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച പ്രൊഡക്ഷനായിട്ട് നൽകിയിരിക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ അവർ പ്രൊഡക്ഷൻ ചെയ്ത ബുദ്ധ വെളിച്ചം എന്ന് പറയുന്നതിനാണ്. അപ്പോൾ മികച്ച പ്രൊഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ ബുദ്ധ വെളിച്ചം എന്ന് പറയുന്നതിനാണ്. ഈ ബുദ്ധ വെളിച്ചം ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ K ശ്രീകുമാർ ആണ്. ബുദ്ധ വെളിച്ചം. ഇനി മികച്ച നാടകത്തിന് ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ സാബു കോട്ടുകലിനാണ് മികച്ച നാടകത്തിന്. അദ്ദേഹത്തിൻ്റെ ഏതാണ് നാടകമെന്ന് ചോദിക്കുകയാണെങ്കിൽ പക്ഷിപാഠം എന്ന് പറയുന്ന നാടകത്തിനാണ്. അപ്പോൾ മികച്ച നാടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷിപാഠമാണ്. അത് ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സാബു കോട്ടുകലാണ്. സാബു കോട്ടുകലിൻ്റെ പക്ഷിപാഠം എന്ന് പറയുന്ന നാടകത്തിന്. ഇനി വൈജ്ഞാനികത്തിന് 2 വ്യക്തികൾക്കാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം. വൈജ്ഞാനികം 2 വ്യക്തികൾക്കാണ്. ഒന്ന് ഡോക്ടർ T ഗീനാകുമാരിയും മറ്റൊന്ന് ശ്രീചിത്രൻ MJ എന്ന് പറയുന്ന വ്യക്തിക്കുമാണ്. അപ്പോൾ ഇതിൽ ഡോക്ടർ T ഗീനാകുമാരിയുടെ ഏത് കൃതിക്കാണ് കൊടുത്തു എന്ന് ചോദിച്ചാൽ മാർക്സിയൻ അർത്ഥശാസ്ത്രം കുട്ടികൾക്ക് എന്ന് പറയുന്ന കൃതിക്കും, ശ്രീചിത്രൻ MJക്ക് ഏതിന് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിഹാസങ്ങളെ തേടി എന്ന് പറയുന്ന കൃതിക്കുമാണ്.
അപ്പോൾ വൈജ്ഞാനികത്തിന് ഇവിടെ 2 വ്യക്തികൾക്ക് നൽകുന്നു. ഒന്ന് ഡോക്ടർ ടി ഗീനാകുമാരി, അവരുടെ മാർക്സിയൻ അർത്ഥശാസ്ത്രം കുട്ടികൾക്ക് എന്ന് പറയുന്നതിനും ശ്രീചിത്രൻ MJയുടെ ഇതിഹാസങ്ങളെ തേടി എന്ന് പറയുന്ന കൃതിക്കാണ് വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹരായവർ. അപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ലഭിച്ചവർ അവരുടെ ചിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം 1981 എന്ത് ചെയ്യുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. നിലവിൽ ആരാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ പള്ളിയറ ശ്രീധരനാണ്. നിലവിൽ ആരാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ഡയറക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പള്ളിയറ ശ്രീധരനാണ് നിലവിലെ ഡയറക്ടർ. അപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ ഓർക്കുക, കൃതി എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഒരു വേദിയാണ് ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ 2024 വേദി. ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ 2024 വേദി കൊച്ചിയിലാണ് നടക്കുന്നത്. ദെൻ ജാനുവരി മാസം 12 മുതൽ 14 വരെയാണ് ഇതിൻ്റെ ദിവസം. ജാനുവരി മാസം 12 മുതൽ 14. ഇത് എവിടെയാണ്? ഇനി എവിടെയൊക്കെ വെച്ചാണ് ഇത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലും കോളേജ് ഓഫ് ഫിഷറീസ് പനങ്ങാട് അലുമിനി അസോസിയേഷനിലുമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഫിഷറീസ് ആൻഡ് കോൺഗ്രസ് എക്സ്പോ 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊച്ചിയിൽ എവിടെയാണ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലും മറ്റൊന്ന് കോളേജ് ഓഫ് ഫിഷറീസ് പനങ്ങാട് അലുമിനി അസോസിയേഷനിലുമാണ് ഇതെന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഇനി കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ഇത് ജാനുവരി മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചു. അപ്പോൾ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കെ സ്മാർട്ടാണ്. പദ്ധതിയുടെ പേരെന്താണ്? കെ സ്മാർട്ടാണ്. ഇനി എന്താണ് കെ സ്മാർട്ട് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ സ്മാർട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കെ സ്മാർട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്തെന്നാണ്? കെ സ്മാർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി KSRTCയുടെ ഒരു പുതിയ പദ്ധതിയാണ് റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്തെവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതി എന്നതാണ് അല്ലേ. അപ്പോൾ KSRTC പോകുന്ന റൂട്ടുകളിൽ ഈ റെയിൽവേ മാതൃകയിലെ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്തെവിടെയും എത്തിക്കുന്നതിനായിട്ട് KSRTC ആരംഭിച്ച പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ബൈക്ക് എക്സ്പ്രസ് എന്ന പേരിലാണ്. ബൈക്ക് എക്സ്പ്രസ് എന്ന പേരിലാണ് KSRTC പദ്ധതികൾ എന്ത് ചെയ്തത്? ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? KB ഗണേഷ് കുമാർ ആണ് അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. രണ്ട് മന്ത്രിമാർ, അതിൽ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KB ഗണേഷ് കുമാർ ആണ്. അപ്പോൾ എന്താണ് ബൈക്ക് എക്സ്പ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായിട്ട് KSRTC ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഇനി വീണ്ടും KSRTCയുടെ ഒരു ആപ്പാണ്. ബസ്സുകൾ എവിടെ എത്തി എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യം ഒപ്പം ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കുവാനുള്ള സംവിധാനവുമായി KSRTC ആരംഭിച്ച പുതിയ ആപ്പാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്ന ബസ് എവിടെ എത്തിയെന്നും അതിൽ നമുക്ക് ഡിജിറ്റലായിട്ട് എന്ത് ചെയ്യുന്നു? പണം ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുവാനായിട്ട് KSRTC ആരംഭിച്ച പുതിയ ആപ്പിൻ്റെ പേരാണ് ചലോ ആപ്പ് എന്ന പേരിലാണ്. അപ്പോൾ ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്തുന്നതിനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC ആരംഭിച്ച പുതിയ ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചലോ ആപ്പ് എന്ന പേരിലാണ്. ഇനി ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് 100 മടങ്ങ് വേഗതയുള്ള ഇൻ്റർനെറ്റ് ഉറപ്പാക്കുന്നതിനും ഗവൺമെൻറ് സേവനങ്ങൾ, വൈദ്യുത ചികിത്സ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷദ്വീപിനെ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി എന്തെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് 100 മടങ്ങ് വേഗതയുള്ള ഇൻ്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കുന്നതിനും ഗവൺമെൻറ് സേവനങ്ങൾ, വൈദ്യ ചികിത്സ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷദ്വീപിനെ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എന്ന് പറയുന്നത്. ഫൈബർ കണക്ഷൻ
അപ്പോൾ എന്താണ് പദ്ധതി എന്ന് ചോദിച്ചാൽ കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനാണ് ഈ പദ്ധതി. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് ജനുവരി മാസം 3-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ജനുവരി മാസം 3-ാം തീയതിയാണ്. അങ്ങനെ ലക്ഷദ്വീപിലെ കവരത്തിയിൽ എന്ത് ചെയ്യുന്നു, മറ്റൊരു പദ്ധതിയും കൊണ്ടുവരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രേഡ് സോളാർ പവർ പ്ലാനറ്റ് സ്ഥാപിതമായത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ ഓൺ ഗ്രേഡ് സോളാർ പവർ പ്ലാനറ്റ് സ്ഥാപിതമാവുന്നത് ഇവിടെ തന്നെയാണ്, കവരത്തി. ഇതുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു, ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയെന്നാണ്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, കൊല്ലം ജില്ലയാണ് വേദിയായിരിക്കുന്നത്. 62ാമത് സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദി ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു 62ാമത് ശാസ്ത്രമേള നമുക്ക് തിരുവനന്തപുരത്ത് നടന്നു, കായികമേള തൃശ്ശൂരിൽ നടന്നു. അല്ലേ? അപ്പോൾ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, കൊല്ലമാണ് വേദിയായിരിക്കുന്നത്. ഇനി അടുത്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ച രാജ്യാന്തര പുഷ്പമേള ഏത് പേരിൽ നിന്നാണ്? അല്ലേ? വയനാട് ജില്ലയിലെ അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ച രാജ്യാന്തര പുഷ്പമേള നമുക്ക് പൂപ്പൊലി 2024 അപ്പോൾ രാജ്യാന്തര പുഷ്പമേള നമുക്ക് ഏത് പേരിലാണ്, പൂപ്പൊലി 2024 എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ച രാജ്യാന്തര പുഷ്പമേളയാണ് പൂപ്പൊലി 2024. ഇനി നമ്മൾ കണ്ടെത്തിയ ഒരെണ്ണം ചിത്രശലഭമാണ്. പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ചിത്രശലഭം ഏതെന്നാണ്? പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ചിത്രശലഭം ചോദിക്കണമെങ്കിൽ മേഘമല വെള്ളിവരയനാണ്. മേഘമല വെള്ളിവരയൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിത്രശലഭമാണ്. പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന 337ാമത്തെ ചിത്രശലഭം കൂടിയാണ് മേഘമല വെള്ളിവരയൻ എന്ന് പറയുന്ന ചിത്രശലഭം. അപ്പോൾ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ചിത്രശലഭം ചോദിക്കണമെങ്കിൽ ഏതാണ്, മേഘമല വെള്ളിവരയൻ എന്ന് പറയുന്ന ചിത്രശലഭമാണ്. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ദിവസം നോക്കിക്കോളൂ. കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു പരിശോധനയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിക്കുന്ന പരിശോധന എന്തെന്നാണ്? അല്ലേ? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ. ഡോക്ടറെ കുറിപ്പില്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ വാങ്ങിക്കുന്നു എന്നുള്ള കണ്ടെത്തതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം എന്ത് ചെയ്യുന്നത്, പരിശോധന ആരംഭിക്കുന്നു. ആ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഇനി എന്താണ് അമൃത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നാണ് അമൃത് പറയുന്നത്. ഒന്നുകൂടി പറയാം, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് ആണ് അമൃതായി പറയുന്നത്. അപ്പോൾ ഈ പദ്ധതി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക, നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിനിമയുമായി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ഏതെന്നാണ്? ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമ അതൊരു മലയാളം സിനിമയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളോട് ചോദിക്കാം. ധബാരി കുരുവി എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയാണ്. ഈ ധബാരി കുരുവി എന്ന് പറയുന്ന മലയാളം സിനിമ സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ്. സംവിധാനം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രിയനന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ്. പ്രത്യേകിച്ച് എന്താണ്, ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ സിനിമയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊരു നിയമനമാണ്. ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? അല്ലേ? ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയാണ് ഫെഫ്ക. ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്? സിബി മലയിലാണ് ചുമതലയേറ്റിരിക്കുന്ന വ്യക്തി. ആരാണ്? സിബി മലയിലാണ്. ഇനി മറ്റൊരു നിയമനം, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി ആരെന്നാണ്? സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായിട്ട് നിയമിതനായ വ്യക്തി എസ് ശ്രീകലയാണ്. എസ് ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ വരുന്നത് 1974 അപ്പോൾ ഇതിൽ ആരാണ് നിലവിലെ ചെയർപേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എസ് ശ്രീകലയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായിട്ട് എന്ത് ചെയ്യുന്നത്, നിയമിതനായ വ്യക്തി. ഇനി മറ്റൊരു പ്രധാന നിയമനമാണ്
16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ചുമതലയേറ്റ വ്യക്തി നമുക്കറിയാം അരവിന്ദ് പനഗരിയ അല്ലെ. അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനായിരുന്ന ഒരു വ്യക്തിയാണ് അരവിന്ദ് പനഗരിയ. അദ്ദേഹമാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ എന്ത് ചെയ്യുന്നത് ചെയർമാനായിട്ട് ചുമതലയേറ്റ വ്യക്തി. 15ാം ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗ് ആണ്. എൻ കെ സിംഗ് ആയിരുന്നു, അദ്ദേഹം മാറി. നിലവിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഇനി മറ്റൊരു ചുമതല, ഓക്കെ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ രഘുറാം അയ്യറാണ്. രഘുറാം അയ്യറാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് നമുക്കറിയാം PT ഉഷയാണ്. PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? അത് PT ഉഷയും കൂടിയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ രഘുറാം അയ്യർ ആണ്. ഇനി നമ്മളൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം നേടിയതാണ്. ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ രാജ്യം ഏതെന്നാണ്? അപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഇതിൽ ഏത് സ്റ്റേറ്റിൽ നടന്ന പരിപാടി എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണിത്. ഗുജറാത്തിൽ നടന്ന പരിപാടിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം എന്ത് ചെയ്യുന്നു? സൂര്യ നമസ്കാരം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആ രാജ്യം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്തായിരുന്നു. ഇനി നമ്മൾ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ ഉപഗ്രഹമായ എക്സ്പോസാറ്റ്. വിക്ഷേപിച്ചത് എന്നാണ്? എക്സ്പോസാറ്റിനൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു VSAT നമ്മൾ വിക്ഷേപിക്കുകയാണ് അല്ലേ. എന്നാണ് വിക്ഷേപിച്ചു എന്ന് ചോദിച്ചാൽ 2024 ജാനുവരി മാസം 1-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പോസാറ്റ് എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ് എക്സ്പോസാറ്റ്. പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മൾ വിക്ഷേപിച്ചതാണ്. ഇത് അവിടെ പോയിട്ട് എന്ത് ചെയ്തു? 180 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചല്ലേ. വൈദ്യുതി ഉൽപാദനം നടത്തിയതായിട്ട് വന്നു. ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും ഇത് തന്നെയാണ് അല്ലേ. PSLV വിക്ഷേപണ വാഹനവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. PSLV C-58 ആണ് വിക്ഷേപണ വാഹനം. PSLV C-58 ആണ് വിക്ഷേപണ വാഹനം. ISROയുടെ 60ാമത്തെ ദൗത്യം കൂടിയാണ് ഇതല്ലേ. ISROയുടെ 60ാമത്തെ ദൗത്യമാണ്. 2024 ജാനുവരി 1-നാണ്. തീർച്ചയായിട്ടും നമ്മളോട് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോൾ പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് നമ്മൾ എന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ 2024 ജാനുവരി മാസം 1-ാം തീയതിയാണ് എക്സ്പോസാറ്റ് നമ്മൾ വിക്ഷേപിക്കുന്നത്. ഇനി അതോടൊപ്പം നമ്മൾ ISROയുടെ ഒരു കാര്യം കൂടി ഓർക്കുക. ആദിത്യ L1 ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള എൽഗ്രാഞ്ച് പോയിന്റ് സുരക്ഷിതമായിട്ട് എത്തിയത് എന്നാണ് അല്ലേ. സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. സോ അത് എന്നാണ് സുരക്ഷിതമായിട്ട് അകലെയുള്ള ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 6-ാം തീയതിയാണ് എത്തുന്നത്. അപ്പോൾ ഇത് 2024 ജാനുവരി മാസം 6-ാം തീയതിയാണ് ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നത്. ഇത് നമ്മൾ എന്ന് വിക്ഷേപിച്ചു എന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് നമ്മളിത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ സൂര്യനെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ISRO വിക്ഷേപിച്ചതായിരുന്നു ആദിത്യ L1. ഇത് ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ച് പോയിന്റിൽ സുരക്ഷിതമായിട്ട് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 2024 ജാനുവരി മാസം 6-ാം തീയതിയാണ്. ഇത് എന്നാണ് നമ്മൾ വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് നമ്മളിത് വിക്ഷേപിച്ചിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഒരു പദ്ധതിയുടെ ഉപഭോക്താക്കളാവുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് PM വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതെന്നാണ്? അപ്പോൾ PM വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്. എന്നാണ് PM വിശ്വകർമ്മ യോജന പദ്ധതി എന്ന് ചോദിച്ചാൽ പരമ്പരാഗത തൊഴിൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്
കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീരാണ്. ഇനിയൊപ്പം മറ്റൊരു പ്രധാന കാര്യം, പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതെന്നാണ്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ലക്നൗ ആണ്. ലക്നൗ, ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളാണ് സംവിത് ഗുരുകുലം ബാലികാ സൈനിക വിദ്യാലയ എന്ന പേരിലാണ്. അപ്പോൾ എന്താണ്? സംവിത് ഗുരുകുലം ബാലികാ സൈന്യ വിദ്യാലയ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് വനിതകൾക്ക് മാത്രമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ വന്നിരിക്കുന്നത്. ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UP ആണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥും ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജാനുവരി 1 മുതൽ 2024 ജാനുവരി 6 വരെ നടക്കുന്ന സാഗർ പരിക്രമ ഫേസ് എക്സിൻ്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ 2024 ജാനുവരി 1 മുതൽ 2026 ജാനുവരി 6 വരെ നടക്കുന്ന സാഗർ പരിക്രമ ഫേസ് എക്സിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് പുതുച്ചേരിയാണ് വേദിയായിട്ട് വരുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസും നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനും മുൻഗണനാ മേഖലകളിൽ ശക്തമായ ക്ലിനിക്കൽ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി എന്തെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസും നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനും മുൻഗണനാ മേഖലകളിൽ ശക്തമായ ക്ലിനിക്കൽ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്മാർട്ട് 2.0 എന്ന് പറയുന്ന പദ്ധതി. ഇനി മറ്റൊരു പദ്ധതിയാണ് അന്തരീക്ഷം, കാലാവസ്ഥാ ഗവേഷണം മോഡലിംഗ്, നിരീക്ഷണ സംവിധാനങ്ങളും സേവനങ്ങളും, സമുദ്ര സേവനങ്ങൾ മോഡലിംഗ് ആപ്ലിക്കേഷൻ, റിസോഴ്സ് ആൻഡ് ടെക്നോളജി, പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച് എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്തെന്നാണ്. 2023 ജാനുവരിയിൽ അംഗീകാരം നൽകിയൊരു പദ്ധതിയാണ് പൃഥ്വി വിഖ്യാൻ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് പൃഥ്വി വിഖ്യാൻ? ഏതൊക്കെ മേഖലകളിലാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയെന്നുള്ളതാണ്. ഒന്ന്, അന്തരീക്ഷം, കാലാവസ്ഥാ ഗവേഷണം മോഡലിംഗ്, നിരീക്ഷണ സംവിധാനങ്ങളും സേവനങ്ങളും, സമുദ്ര സേവനങ്ങൾ മോഡലിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ്, റിസോഴ്സ് ആൻഡ് ടെക്നോളജി, പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച് എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പൃഥ്വി വിഖ്യാൻ എന്ന് പറയുന്ന പദ്ധതി. ഇനി ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. കവിയും എഴുത്തുകാരനുമായ വൈരമുത്തുവിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഏതെന്നാണ്. കവിയും എഴുത്തുകാരനുമായ വൈരമുത്തുവിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് മഹാകവിത എന്ന് പറയുന്ന പുസ്തകം. മഹാകവിത എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന MK സ്റ്റാലിനാണ് പ്രകാശനം ചെയ്തത്. നമ്മളോട് ചോദിക്കാം മഹാകവിത എന്ന പുസ്തകം ആരെഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വൈരമുത്തുവാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു വേദിയാണ് 10ാമത് വേൾഡ് തമിഴ്സ് എക്കണോമിക് കോൺഫറൻസ് ആൻഡ് ഗ്ലോബൽ എക്കണോമിക് വേദി എവിടെയെന്നാണ്. 10ാമത് വേൾഡ് തമിഴ്സ് എക്കണോമിക് കോൺഫറൻസ് ആൻഡ് ഗ്ലോബൽ എക്കണോമിക് വേദി ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ചെന്നൈയാണ്. വേദിയായത് തമിഴ്നാട്ടിലെ ചെന്നൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന 2ാമത്തെ ദക്ഷിണേന്ത്യൻ ഭാഷയാണ് തമിഴ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ദക്ഷിണേന്ത്യൻ ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തമിഴാണ്. അപ്പോൾ ദ വേൾഡ് തമിഴ് എക്കണോമിക് കോൺഫറൻസ് ആൻഡ് ഗ്ലോബൽ എക്കണോമിക് വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ഇനി മറ്റൊരു വേദി 2024 നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് വേദിയായിരിക്കുന്നത്. ഇനി മറ്റൊരു വേദി 2023 ഇന്ത്യ UAE ജോയിൻ്റ് എക്സസൈസ് എന്തെന്നാണ്. അപ്പോൾ 2024 ഇന്ത്യ UAE ജോയിൻ്റ് എക്സസൈസ് അറിയപ്പെടുന്നത് ഡിസർട്ട് സൈക്ലോൺ 2024 എന്നാണ്. എവിടെ വെച്ചായിരുന്നു ഡിസർട്ട് സൈക്ലോൺ 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. ഏത് സ്റ്റേറ്റാണ് വേദിയായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേറ്റാണ്? രാജസ്ഥാനാണ് വേദിയായിട്ട് വന്നിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാൻ. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം 2024 അറിയപ്പെടുന്നത് ഡിസർട്ട് സൈക്ലോൺ 2024 വേദിയായത് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, UAEയിൽ ഇന്ത്യ ആരംഭിക്കുന്ന പ്രത്യേക വ്യാപാര പാർക്ക് എന്തെന്നാണ്.
UAE ഇന്ത്യ ആരംഭിക്കുന്ന പ്രത്യേക വ്യാപാര പാർക്ക് ഇന്ത്യയുടെ പരമ്പരാഗത കരകൗശല കാര്യങ്ങളും ഇന്ത്യയുടെ പ്രഥമ ഉൽപ്പന്നങ്ങളും കൂടി ചേർത്ത് UAE എന്ത് ചെയ്യുന്നു? നമ്മൾ ഭാരത് പാർക്ക് എന്ന് പറയുന്ന ഒരു വ്യാപാര പാർക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ UAE ഇന്ത്യ ആരംഭിക്കുന്ന പ്രത്യേക വ്യാപാര പാർക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭാരത് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇനി വീണ്ടും ഒരു വേദിയാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2024 ഓപ്പൺ ഫോറത്തിൻ്റെ വേദി എവിടെയെന്നാണ്? വേൾഡ് എക്കണോമിക് ഫോറം 2024 ഓപ്പൺ ഫോറത്തിൻ്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ദാവോസ് ആണ് വേദി. സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് വേദിയായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ക്വസ്റ്റ്യനാണ്. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന കുറ്റത്തിന് 6 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധനാരെന്നാണ്? ഈ വ്യക്തിക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹത്തിന് 2006 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയും കൂടിയാണ് മുഹമ്മദ് യൂനിസ്. അദ്ദേഹത്തെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു വന്ന കുറ്റത്തിന് 6 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് ഗവൺമെൻറ് എന്ത് ചെയ്തു? തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ആരാണ് ആ ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ മുഹമ്മദ് യൂനിസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു വന്ന കുറ്റത്തിന് 6 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മുഹമ്മദ് യൂനിസ് ആണ്. അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 2006 ഇനി ഈ വർഷത്തെ 2024 പുതുവർഷം ആദ്യം രേഖപ്പെടുത്തിയ ദ്വീപ് ഏതെന്നാണ്? 2024 പുതുവർഷം ആദ്യം രേഖപ്പെടുത്തിയ ദ്വീപ് ചോദിക്കുകയാണെങ്കിൽ കിരിബാത്തി എന്ന് പറയുന്ന ദ്വീപാണ്. ഇത് പസഫിക് ദ്വീപാണ് കിരിബാത്തി എന്ന് പറയുന്ന ദ്വീപ്. ഇവിടെയാണ് 2024 പുതുവർഷം ആദ്യം രേഖപ്പെടുത്തിയ ദ്വീപ്. ഇനി സ്പേസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ബീം ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ ആദ്യ സെറ്റായ ഡയറക്റ്റ് ടു സെൽ ഉപഗ്രഹം വിക്ഷേപിച്ച കമ്പനി ഏതെന്നാണ്? അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ബീം ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ ആദ്യ സെറ്റായ ഡയറക്റ്റ് ടു സെൽ ഉപഗ്രഹം വിക്ഷേപിച്ച കമ്പനി സ്പേസ് എക്സ് കമ്പനിയാണ്. എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് ചെയ്യാം? ബഹിരാകാശത്ത് നിന്ന് ഫോണുകളിലേക്ക് സിഗ്നലുകൾ ബീം ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ ആദ്യ സെറ്റായ ഡയറക്റ്റ് ടു സെൽ ഉപഗ്രഹം വിക്ഷേപിച്ച കമ്പനി. ഇനിയൊരു വേദിയാണ്. ബ്രിക്സ് 2024 വേദി എവിടെയെന്നാണ്? അല്ലേ, ബ്രിക്സ് 2024 വേദി. ഈ ബ്രിക്സ് ഉച്ചകോടി ബ്രസീലായിരുന്നു 2024 നടക്കേണ്ടത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബ്രസീലിലാണ് നടക്കേണ്ടത്. പക്ഷേ വേദി മാറി 2024 എവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയാണ്. അപ്പോൾ ഈ റഷ്യ വേദി ആവുന്നതോടുകൂടെ അതിൻ്റെ തീം എന്ത് ചെയ്തു? രാജ്യം പുറത്തിറക്കി. എന്താണ് 2024 റഷ്യ ബ്രിക്സ് ഉച്ചകോടിയുടെ തീം ചോദിച്ചു കഴിഞ്ഞാൽ സമത്വമായ ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെ തീം. അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ തീം ചോദിച്ചു കഴിഞ്ഞാൽ സമത്വമായ ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ തീം. ഇനി ഈ 2024 ബ്രിക്സ് ഉച്ചകോടിയിൽ പൂർണ്ണ അംഗങ്ങളാകുന്ന രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇവരെല്ലാം പൂർണ്ണ അംഗങ്ങളായിട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE ഇവയെല്ലാം 2024 ബ്രിക്സ് ഉച്ചകോടിയിലെ പൂർണ്ണ അംഗങ്ങളായിട്ട് ആവാൻ പോകുന്ന രാജ്യങ്ങളാണ്. ഇനി ഒരു കൊടുങ്കാറ്റാണ്. 2024 ജാനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതെന്നാണ്? 2024 ജാനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇവിടെയാണ് UK ആണ് നാശം വിതച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഭൂകമ്പവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. 2024 ജാനുവരിയിൽ ഭൂകമ്പം രേഖപ്പെടുത്തിയ മധ്യ ജപ്പാനിലെ പ്രദേശം ഏതെന്നാണ്? ഏകദേശം 126 പരം ആളുകൾ മരിച്ചു എന്നാണ് നിലവിലെ റിപ്പോർട്ട് അവിടെ പറയുന്നത്. അപ്പോൾ മധ്യ ജപ്പാനിലെ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഇഷിഗാവ പ്രദേശമാണ്. ഇഷിഗാവ പ്രദേശം ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ്. അപ്പോൾ 2024 ജാനുവരിയിൽ ഭൂകമ്പം രേഖപ്പെടുത്തിയ മധ്യ ജപ്പാനിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇഷിഗാവ പ്രദേശമാണ്.
അടുത്ത നമ്മൾ ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയെന്നാണ്. ഈ ആഴ്ചയിലെ പ്രധാന ദിനം നമുക്ക് ജാനുവരി 1 അല്ലേ, ജാനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ആഗോള കുടുംബദിനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാനുവരി മാസം 1-ാം തീയതിയാണ് നമ്മൾ ആഗോള കുടുംബദിനമായിട്ട് UN ആചരിക്കുന്നു. ജാനുവരി 2 മന്നം ജയന്തിയാണ് അല്ലേ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജാനുവരി മാസം 2-ാം തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? മന്നം ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹം 1878 ജാനുവരി മാസം 2-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജാനുവരി 2 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? മന്നം ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി മറ്റൊരു ദിനമാണ് വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ജാനുവരി മാസം 4 എന്നാണ് വേൾഡ് ബ്രെയിലി ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ജാനുവരി മാസം 4-ാം തീയതിയാണ് അല്ലേ. കാഴ്ച ശക്തി കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ലിപിയാണ് ബ്രെയിലി ലിപി. സോ ആ ബ്രെയിലി ലിപി ആവിഷ്കരിച്ച ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമായ ജാനുവരി മാസം 4-ാം തീയതിയാണ് നമ്മൾ വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ജാനുവരി 6 നമ്മൾ വേൾഡ് ഡേ ഫോർ വാർ ഒഫൻസ് ദിനമായിട്ടാണ് ജാനുവരി 6 ആചരിക്കുന്നത്. വേൾഡ് ഡേ ഓഫ് വാർ ഒഫൻ ദിനമായിട്ടാണ് ജാനുവരി മാസം 6 ആചരിക്കുന്നത്. അപ്പോൾ ജാനുവരി 6 എന്ത് ദിനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഡേ ഓഫ് വാർ ഒഫൻസ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന വിയോഗങ്ങളാണ്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ആരെന്നാണ്? 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചോദിക്കുകയാണെങ്കിൽ OS ത്യാഗരാജനാണ്. OS ത്യാഗരാജന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് 2012 അദ്ദേഹമാണ് 2023 ഡിസംബറിൽ അന്തരിക്കുന്നത്. അപ്പോൾ 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? OS ത്യാഗരാജനാണ്. ഇനി മറ്റൊരു വിയോഗം 2024 ജാനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യ അമേരിക്കൻ നിയമ പണ്ഡിതൻ ആരെന്നാണ്? ജാനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യ അമേരിക്കൻ നിയമ പണ്ഡിതൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ വേദ് പ്രകാശ് നന്ദയാണ് അന്തരിച്ചത്. വേദ് പ്രകാശ് നന്ദയ്ക്ക് ഭാരതം 2018 പത്മഭൂഷൺ നൽകി ആദരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് വേദ് പ്രകാശ് നന്ദ. അപ്പോൾ അദ്ദേഹം 2024 ജാനുവരിയിൽ എന്ത് ചെയ്യാണ്? അന്തരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാന വിയോഗം അടുത്തിടെ അന്തരിച്ച P. വത്സലയുടെ ശ്രദ്ധേയമായ ഒരു നോവലാണ് നെല്ലല്ലേ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച P. വത്സലയുടെ ശ്രദ്ധേയമായ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായിരുന്ന വ്യക്തി ആരെന്നാണ്? അവരന്തരിക്കുകയാണ്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച P. വത്സലയുടെ ശ്രദ്ധേയമായ നെല്ല് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കുറുമാട്ടി എന്ന് പറയുന്ന വ്യക്തി അന്തരിച്ചിരിക്കുകയാണ്. കുറുമാട്ടി P. വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന നോവലില് ഒരു കഥാപാത്രമാണ്. അവർ എന്ത് ചെയ്യുന്നു? ഈ അടുത്തിടെ അന്തരിക്കുകയാണ്. P. വത്സലയും എന്ത് ചെയ്യുകയാണ്? അന്തരിച്ചിരിക്കുകയാണ്. P. വത്സല അന്തരിച്ച ഡേറ്റ് PSC നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കാം. 2023 നവംബർ മാസം 21-ാം തീയതിയാണ് ആരന്തരിക്കുന്നത്? P. വത്സല അന്തരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി മറ്റൊരു വിയോഗമാണ് 2024 ജാനുവരിയിൽ അന്തരിച്ച തകഴിയുടെ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത എഴുത്തുകാരി ആരെന്നാണ്? അപ്പോൾ 2024 ജാനുവരിയിൽ അന്തരിച്ച ഒരു വ്യക്തി തകഴിയുടെ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ് ആ വ്യക്തി എന്നാണ്? താക്കോക്കോ മുലൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. താക്കോക്കോ മുലൂർ എന്ന് പറയുന്ന ഒരു വനിതയാണ് 2024 ജാനുവരിയിൽ അന്തരിച്ച ഒരു ജാപ്പനീസ് എഴുത്തുകാരി. ഇവരുടെ പ്രത്യേകത, ഇവർ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവല് ജാപ്പനീസ് ഭാഷയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിവർത്തനം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന കായികങ്ങളാണ്. 2024 ജാനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആര് എന്നാണ്? 2024 ജാനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ചോദിക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണറാണ്. 2024 ജാനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ കളിക്കാരൻ. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു റെക്കോർഡാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമയത്തിൽ വിജയം നേടിയ രാജ്യം ഏതെന്നാണ്? അന്താരാഷ്ട്ര
ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമയത്തിൽ വിജയം നേടിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യ ഏത് രാജ്യത്തിനെതിരെയാണ്? സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഈ വിജയം നേടിയത്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വിജയം നേടിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇന്ത്യയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പരമ്പര നമ്മൾ 1-1 എന്ന നിലയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവസാനിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, 2024 മുതൽ ഏത് കായിക താരത്തിൻ്റെ ജന്മദിനമാണ് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ 2024 ജാനുവരി മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജാനുവരി മാസം 15 മഹാരാഷ്ട്ര സർക്കാർ എന്ത് ചെയ്യുന്നു? കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ആരാണ് വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ KD ജാദവാണ്. ആ വ്യക്തി ആരാണ്? KD ജാദവ് നമുക്ക് ഉറപ്പായിട്ടും BS ചോദിച്ചിട്ടുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് നമുക്ക് വെങ്കല മെഡൽ നേടിത്തന്ന വ്യക്തിയാണ് KD ജാദവ് ഗുസ്തി കായിക താരമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജാനുവരി മാസം 15 മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് എന്ത് ചെയ്യുന്നു? ആചരിച്ച് വരികയാണ്. അപ്പോൾ 2024 മുതൽ ഏത് കായിക താരത്തിൻ്റെ ജന്മദിനമാണ് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ KD ജാദവാണ്. KD ജാദവിൻ്റെ ജന്മദിനം ജാനുവരി മാസം 15-ാം തീയതിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗുസ്തിയിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന താരം കൂടിയാണ് KD ജാദവ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വെങ്കല മെഡൽ എന്ത് ചെയ്യുന്നത്? നേടിത്തരുന്നത്. അടുത്ത ദിവസം നോക്കിക്കോ, 2024 FIH ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയെന്നാണ്? 2024 FIH ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഒമാനാണ്. വേദി ഒമാനാണ്. 2024 ഹോക്കി ഫെഡറേഷൻ്റെ 100ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. 2024 FIH ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വേദി? ഒമാനാണ് വേദിയായിട്ടിരിക്കുന്നത്. ഒമാൻ. ഇനി പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ്. സ്പെയിനിൽ വെച്ച് നടന്ന വനിതകളുടെ 5 കിലോമീറ്റർ മാരത്തോണിൽ ലോക റെക്കോർഡ് നേടിയ വ്യക്തി ആരെന്നാണ്? ഓക്കെ, അപ്പോൾ സ്പെയിനിൽ വെച്ച് നടന്ന വനിതകളുടെ 5 കിലോമീറ്റർ മാരത്തോണിൽ ലോക റെക്കോർഡ് നേടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ബീട്രിസ് ചെബറ്റാണ്. ബീട്രിസ് ചെബറ്റ് ഏത് രാജ്യക്കാരി എന്ന് ചോദിക്കുകയാണെങ്കിൽ കെനിയൻ സ്വദേശിയാണ്. ബീട്രിസ് ചെബറ്റ് ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? കെനിയൻ സ്വദേശിയാണ്. അപ്പോൾ സ്പെയിനിൽ വെച്ച് നടന്ന വനിതകളുടെ 5 കിലോമീറ്റർ മാരത്തോണിൽ ലോക റെക്കോർഡ് നേടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബീട്രിസ് ചെബറ്റാണ്. ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? കെനിയൻ സ്വദേശിയാണ്. ഇനി ഒരു പ്രധാന ക്വസ്റ്റ്യനാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടുന്ന ആദ്യ താരമാണെന്നാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടുന്ന ആദ്യ താരം ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് വസീമാണ്. 100 സിക്സറുകൾ നേടുന്ന ആദ്യ താരം. അദ്ദേഹം UAE പ്ലെയറാണ്. അഫ്ഗാനെതിരെയായിരുന്നു ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടുന്ന ആദ്യ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മുഹമ്മദ് വസീം എന്ന് പറയുന്ന വ്യക്തിയാണ് നേടിയിരിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ Q&A എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് പോവുകയാണ്. നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. 1, 2, 3 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യാം? നമുക്കിന്ന് ചർച്ച ചെയ്യാം. സോ 5 ക്വസ്റ്റ്യൻസ് വാങ്ങിക്കാം. ഇതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ എന്ത് തരുന്നതായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതെന്നാണ്? 18ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. 2, ലൂപെക്സ് എന്ന ചാന്ദ്ര ദൗത്യത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതെന്നാണ്? ലൂപെക്സ് എന്ന ചാന്ദ്ര ദൗത്യത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്ക് ഏതെന്നാണ്? ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്ക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 4, വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നീ വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകാനും സ്പേസ് സയൻസിൽ പ്രത്യേക താൽപ്പര്യം വളർത്തുന്നതിനുമായി ISROയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി വായിക്കാം.
വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നീ വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകാനും സ്പേസ് സയൻസിൽ പ്രത്യേക താല്പര്യം വളർത്തുവാനുമായിട്ട് ISROയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി എന്തെന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച ജമ്മു കാശ്മീരിലെ പെയിൻറ്റിംഗ് ഏത് എന്നതാണ്. 2023 ഭൗമശാസ്ത്ര സൂചിക പദവി ലഭിച്ച ജമ്മു കാശ്മീരിലെ പെയിൻറ്റിംഗ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ 1 ഏത്, 2, 3 അങ്ങനെ എഴുതുക. ഓക്കെയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച ഞാനപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.